എല്ലാവർക്കും ബിആർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങി. വീഡിയോകളെ വ്ലോഗ്സൊക്കെ വരും. ഫസ്റ്റ് തന്നെ ഒരു FFൻ്റെ ഒരു ഫ്രീ ഫയറിൻ്റെ ഒരു ബിആർ ഡുവോ മാച്ചാണ്. ഞാനും എൻ്റെ കസിൻ മോനൂസും അപ്പും അത്രയും ചേർത്തി. ഞാൻ അപ്പു, അവൻ മോനൂസ്. ഫസ്റ്റ് മാച്ചാണ് ഗൈസ്. അതിനുകൊണ്ട് ഇതിൽ റെഡീം കോഡ് കിട്ടും. ഞാൻ റെഡീം കോഡ് ഒരു ആൾക്കോ കിട്ടുള്ളൂ. ഐഡ് ചെയ്ത് വെച്ചതായിരിക്കും ഗൈസ്. റെഡീം കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓല് കിട്ടിയോലെ പേര് കമൻറ്റ് ബോക്സ് പറയണം ഗൈസ്. ഓക്കെ, പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട്. പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ ഒരു ഇതില്. നേരെ വീഡിയോയിലേക്ക് ഇറക്കാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഹലോ ഗായ്സ്, നമ്മൾ നേരെ മില്ലിലേക്കാണ് പോകുന്നത് ഗായ്സ്. മില്ലിലേക്ക് വെച്ച് പിടിക്കുക ഗായ്സ്. ടൊമാറ്റോയാണ്, കിടപ്പുണ്ട്. എല്ലാവരും പണിക്കാരാണ്. ഈ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ഗായ്സ്? എല്ലാവരും താഴെ പറയണം ഗായ്സ്. വെക്കേഷൻ ഞങ്ങളൊക്കെ അടിപൊളിയില്ല. എനിക്ക് കുഴപ്പമില്ല, വ്യത്യാസമൊന്നുമില്ല. വണ്ടർ ഉത്സവം എന്തായാലും ഇപ്പോൾ സാധനത്തിൻ്റെ പേര് വണ്ടർലയിലൊക്കെ പോയി ഗായ്സ്. എന്ന് പറയാം, വലിയ രസമൊന്നും പറയാൻ പറ്റൂല. കാര്യം അപ്പൂന് അടിപൊളിയുണ്ട്. ഞാൻ വീട്ടിലല്ലേ കേരളത്തിലല്ലേ. ഓ തള്ളത്രം പറയുന്നു. ഓ എയർലൈൻ എന്ന് പറയുവാണേല് അതാ അവന്റെ കിണ്ടി വാറെടുത്തു. അവന് നല്ലതാമ ഒരു വപ്പോട്ടുണ്ട്. ഒരു ടീം വൈപ്പോട്ട് ഡെലിവിലെ കില്ലാടി തരാം. ഓനൊക്കെ അവൻ ചത്തും ചത്തു. അടുത്ത ടീം ഉണ്ട്. അതാ ഓനതാ അവിടെ. ഇനിമുണ്ടായിട്ട് കാര്യമല്ലോ, ബുള്ളറ്റ് വേണ്ടേ? അവിടെ ഇറങ്ങിക്കോ. മറ്റേ ഞങ്ങളെ കിൽ ബോക്സില്ല അവിടെ കുറെ കൂടില്ലേ. അയ്യ അവിടെ ആരുമില്ല. എല്ലും ചത്ത്. എല്ലു കുമ്മേനി സ്റ്റാർട്ട് കിട്ടും. കുമ്മലേക്കറിയണം. ലാസ്റ്റിലെ കുമ്മലുണ്ടാക്കാം. വലിയ റൂട്ടൊന്നും ആരെയും പ്രതീക്ഷിക്കണം. ഓഗിൻ്റെതാ ലോങ് ആയിട്ട്. നല്ല ലൂട്ടൊന്നും വേഗം കിട്ടണില്ല. നല്ല വണ്ടിയൊക്കെയാണ് കിട്ടണേ. കയറിക്കോ മേലെ. പിന്നെ ഇവിടെ ഓഗ് എടുത്തുകൂടിടാ. മാറിപ്പോയതാ. പിന്നെ ഇപ്പൊ ചാടീനി. ഒരുത്തനെയും കൂടി ഇവിടെ ഉണ്ടെങ്കിലും കഴിച്ചു കാണില്ല. 200 കോയിൻസ് അതാ കഴിച്ച് തൊട്ടത്താഴ്ത്തെടുത്തേ. അല്ലല്ലോ അവൻ പൊക്കിയിടാൻ പോയിരിക്കും. കൊട്ട കൂടെ കിട്ടുമോ? കഴിയൊന്നുമില്ല. പക്ഷെ പൊക്കിയിടാൻ പോയതല്ല അല്ലേ. പൊക്കാച്ചാണ് കലങ്ങനെ നേരെ പൊടിഞ്ഞു കാണാനില്ല. ചെക്കനെ കണ്ടിട്ടുണ്ട്. അടി നല്ല അടി കൊടുക്ക്. എടാ ഒറ്റ അടി കൂടിയതിടാ. ഓ നെലുവിൻ്റെ കില്ലാടി ഗ്രനേഡ് പോലുണ്ട്. എന്തൊക്കെയോ എടുത്തെറിയുണ്ട്. ഇവിടെ ഒന്ന് ചാവാത്ത അറിയാം. തള്ളിമിറ്റ് വെച്ച് ഇതൊന്നും പറഞ്ഞൂടാ. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്രീൻ കളർ അടിച്ചിട്ടുണ്ട്. എന്ത് കുത്തിപ്പിടി ഒരു അതിരില്ലാത്ത കുത്തിപ്പിടി. ഞങ്ങൾ കഴിഞ്ഞ കളി ജസ്റ്റ് ഒന്ന് പണി പാളിപ്പോയി. പക്ഷേ ഈ കളി ഞങ്ങൾ ബൂയി എടുക്കാൻ നോക്കില്ലേ. ഈ കളി മാക്സിമം ബൂയി എടുക്കാൻ നോക്കാം. രണ്ടാമത്തെ കളിയായി വന്നിരിക്കുന്നു. നേരത്തെ കളി കൂടിയല്ലേ. ഓടുത്തരി പറഞ്ഞിട്ട് ഇങ്ങോട്ടാണ് ചെറിയ പണി കിട്ടിയായിരുന്നു. പക്ഷെ ഈ കളി മാക്സിമം എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞങ്ങളെ കൊണ്ട് പറ്റണില്ല, ഞങ്ങൾ ചെയ്യുമല്ലോ. ഞങ്ങൾ മീ ഗെയിമറൊന്ന് വെച്ച് ഞങ്ങളെ കമ്പയർ ഒരിക്കലും ചെയ്തിരുന്നു. മീ ഗെയിമറൊക്കെ ദൈവമാണ്. ഫ്രീ ഫയർ ഗോഡ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഞങ്ങളെ അങ്ങനെ ഒന്നും ഒരിക്കലും നിങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾ പോകട്ടെ. ഒരു കില്ലുണ്ട്. ഒരു 2 ഡാമേജ് കുറച്ച് ടീം വൈപ്പോട്ടാണ്. പക്ഷെ പൊങ്ങി ഇറങ്ങി അപ്പം തന്നെ ചത്തു. ഇങ്ങോട്ട് വരണ്ട. ഞാൻ അപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഓറ് കളിക്കേണ്ട എണ്ണുണ്ട്. പക്ഷേ എടുക്കല്ലേ, എടുക്കാൻ പോണ്ട. നോക്കട്ടെ കിട്ടുകയാണെങ്കിലോ. ഇരുന്നു ബിരിയാണി മീ ഗെയിമർ അറിയുന്ന ആര് ബിരിയാണിയത്തെ കിട്ടിയാലോ അല്ലേ. അതാ ടോപ്പിലെടുത്ത്. അതാ പറഞ്ഞത് 200 പൊക്കി കളി. താഴത്ത് 200 ഇറങ്ങിയോ.
അവന് നല്ല ലോങ് ഷോട്ട് ഉണ്ടോ മാഗ വന്ന് വെയിറ്റ് താഴത്തേക്ക് കാണാണ്ട് അവനെ മുമ്പിൽ 200 ജൂൺ പെട്ടിയുണ്ട് 200 എൻ്റെ ബാക്ക് സൈഡ് ആ ദിശയിൽ പോകുമ്പോൾ 200 ഒരു 200 കിട്ടി നമുക്ക് ഏറ്റവും മാപ്പ് ഏതാണ് മാപ്പും ഗണ്ണും കമൻറ്റ് ബോക്സിൽ പറയുക നമുക്ക് ജസ്റ്റ് നോക്കിയാക്കാം പിന്നെ അച്ചാൽ പൊക്കുകയില്ല പൊക്കരാൾക്കാരെ സിംഗിൾ ഇപ്പോൾ ഇഷ്ടം നല്ലതല്ല എനിമി അടിക്കാണ്ട് പൊക്കില്ലേ നിങ്ങൾ പറ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാനാണോ നല്ല കളിക്കുന്നത് ഓനാണോ നിങ്ങൾ പറയുക ടീം വൈപ്പ് പോട്ട് ഐ ഗിവ് ടു ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ലൈക്ക് കൊടുത്തു ഞാൻ മറ്റേ ഡ്രോപ്പ് എടുക്കാൻ പറ്റേ എൻ്റെ നല്ല ലൂട്ട് ഉണ്ടോ പറ പൊക്കാൻ പറ്റില്ല എൻ്റെ സൈഡിലാ ഉണ്ടോ ഇതിലൊന്നുമില്ല ഞാൻ ഒരു പ്ലെയർ ഉണ്ടോ നേരെ ഇതിലാണ് അപ്പോൾ എനിക്ക് അങ്ങനത്തെ സാധനം സത്യം എനിക്ക് അങ്ങനത്തെ സാധനം പ്ലെയർ എടപ്ലാൻ കിട്ടിയൊക്കെ വേണം സത്യം പറഞ്ഞു ഞാൻ റീഫില്ലറൊന്നും അധികം എടുത്ത് കളിക്കില്ല എന്നാലും കളിക്കട്ടോ ഈ സീറ്റ് കുപ്പൊക്കറുണ്ട് കളിക്കും സ്പീഡ് തന്നെ കിട്ടിയ അടുത്ത സ്പീഡ് പൈസ തരുമോ കൂടിയല്ല MP40 കളിക്കൂല ഞാൻ സ്കാനർ ഇടണോ അവിടെ വിറ്റേ എന്തൊരു സാധനം എടുത്ത് എന്തിനാ പെട്ടി മറ്റേ അരിസ്നൽ എന്തിനാ എന്തുണ്ടായി അവിടെ സെറ്റ് എടുത്തോ എക്സാ എൻ്റെ ബുള്ളറ്റ് ഉണ്ടോ എമൗണ്ട് കുറച്ചുണ്ടോ മാറുന്നുണ്ടോ കുറച്ചും കൂടി ഉണ്ടോ ഇവിടെ കുറ്റൊന്നും കൂടി 100 ഉള്ളു ചതിച്ചു ഈ കളി പറ്റെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗെയിം വേണമെങ്കിൽ താഴത്ത് പറഞ്ഞോളൂ ഗൈസ് കമൻറ്റ് ബോക്സിൽ പറയുകയാണ് ഞങ്ങളെ മിസ്റ്റേക്ക് ഉള്ള ക്ഷമിക്കണം ഫസ്റ്റ് വീഡിയോ ആണ് പിന്നെ റെക്കോർഡ് ചെയ്യുന്ന ഫോണിലാണ് അതിൻ്റെതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും എടാ ഫൂട്ട് രണ്ട് പ്ലെയറടാ എടാ ഞാൻ എൻ്റെ എത്ര ബാക്കിലാ ഉണ്ടാവണം അതിന് എടാ വന്നെടുക്കടാ നിന്റെ അടുത്തേക്ക് കയറി വന്നാൽ ടീം വൈപ്പോട്ടാണ് ഒരിക്കലും ഞാൻ പാർട്ട്ണർഷിപ്പ് അല്ലേ ഒരുമിച്ച് നിന്നാൽ ഒരു ടീം വൈപ്പ് പൈസ ഞാൻ പൈസ കൊടുത്തു അമ്മ ഫോൺ കൊടുക്കേണ്ടി വരും പറ്റുന്ന കളിക്കാൻ നോക്കാം നിങ്ങൾ കളിയുള്ളപ്പോൾ തരും നിങ്ങൾ ഏത് ജില്ലയില്ല ഏത് ജില്ലക്കാരാ ഞങ്ങൾ കോഴിക്കോട്ടുകാരല്ലേ കോഴിക്കോടാണ് ഇരുപത്തെടുത്താലോ ഫോണോസ്കോപ്പ് തരുമോ സ്പീഡ് ഉള്ളൂ ഫോണോസ്കോപ്പ് അല്ല തമാശയല്ല കാര്യം ചിരിക്കരുത് അപ്പ് പറയണേ ഈ കളിയുടെ കൈന് കിട്ടില്ല എൻ്റെ ബീസോണ് ഫോണോസ്കോപ്പ് ഇല്ലേ നമുക്ക് റിവർ പോയിന്റ് കൊടുത്താലോ എങ്ങനെയാ വെച്ച് കൊടുത്താൽ ഇല്ലപ്പോ ചില ബുദ്ധിപരമായ എനിമികളൊക്കെ വരും എടോ ഇവിടെ ഒഴിച്ചു അപ്പു എനിക്ക് സപ്പോർട്ടിന് മാടോ രണ്ടൂടെ അത് പറ്റൂല ഇതിൻ്റെ കൂടെ ഇവിടെ നിൽക്കണോ അപ്പു ഓൻ കില്ല് വേണം കഴിച്ച് ഞാൻ ചാവും എന്നിട്ട് കിട്ടും കാണ്ടോക്ക് എവിടെ എൻ്റെ അടുത്ത് ആരും വരും പറഞ്ഞത് അച്ഛൻ്റെ ഒരു ഹീറോ ഉണ്ട് കയ്യിലുണ്ടമ്മ നിൻ്റെ അടുത്ത് വാ ഒറ്റ എന്താ നിൻ്റെ അടുത്ത് ഫൂട്ട് ചെക്കൻ വെറുതെ റിവർ പോയിന്റ് ഉപയോഗിച്ച് കിട്ടിയിട്ടുണ്ട് കാരണം
അലേ വല്ലാത്തന്നെ 16 ആൾക്കാരുണ്ട്. ഇത്രയും വലിയ വാ പൂ വെച്ച് ആരൊക്കെ വണ്ടി എടുത്ത് കളിക്കുക. വണ്ടി എടുത്ത് കളിക്കുക. അതാ ഒരു വണ്ടി എടുത്ത് കളിക്കണ്ടേ, ഒരു കാർ 2 സ്കോഡുണ്ട്. ആ കാർ എടുത്താണ് നമുക്ക്. ഈ കട്ടാന കാരണം സ്പീഡില്ല. കട്ടാനൊക്കെ സ്പീഡ് കൂടുതലടാ. എന്താണ് ഞാനുണ്ട്. അപ്പോൾ വണ്ടി എടുത്ത് പോവാണ്. സിവേ വഴി അങ്ങോട്ടാ ട്രെൻഡൊക്കെ കയ്യില. ഞാൻ കഴിഞ്ഞില്ലായിരുന്നു. ചളിയടിക്കേ മെഡിക്കൽ. ഓ ഇത്ര ഇല്ലുണ്ട്. ഞാൻ ഒരു ഇല്ല കഴിച്ചു. അപ്പം 2 ഇല്ല തോന്നുന്നു. കയ്യിലുണ്ടമ്മൂട്ടമ്മ കാലഘട്ടത്തിൽ വെച്ചപ്പോൾ. അപ്പോൾ പറ ഈ ഇറങ്ങി ഡ്രൈവിംഗ് സീറ്റ് കയറ്. ഇല്ല ഈ ഇറങ്ങ് ഡ്രൈവിംഗ് സീറ്റ് കയറ്. ഞാൻ 44 അങ്ങനെ തന്നെ കയറാ. ഇവിടെ നിൽക്ക്. പുതിയൊരു സാധനമാണ്. തല എവിടുന്നാ പോകണേ അറിയില്ല. ആരെയും ഇല്ലാത്തൊരു ഐഡിയ ആണ്. വിസ വെച്ച് കയ്യിൽ പിടിച്ചുണ്ട്. ഇവിടെ ഒരു 200 എടുക്കാതെ അപ്പത്തേക്ക് വരാം. 200 എടുക്ക്. ഡ്രോപ്പ് ഇറക്കാൻ പോലുള്ള എനിക്കറിയാം. എടപ്പിലും വേണോ? വേണ്ട. സൈലൻസർ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കൊരു മറ്റേ ലോഞ്ചും ബോർഡ് കിട്ടി. ലോഞ്ചും ബോർഡ് ഉപയോഗിക്കും. എൻ്റെ ലാൻഡ് മൈനുണ്ട്. എടാ ലാസൂണ് അവിടെ സിബേൻ്റെ അവിടെ. സിബയിലേക്ക് പിടിക്കില്ലേ? സിബേൻ്റെ ഏതോ പുറപ്പുറത്ത് കയറും. പുറപ്പുറത്തല്ല, എൻ്റെ ഫ്ലാറ്റിൻ്റെ പുറത്ത് കയറാം. സിബേൻ്റെ ഇവിടെയാണ് ലാസൂൺ വന്നിന്. അതിൻ്റെ മോള് കയറാനില്ലേ? എന്ത് അതിന് വേണമല്ല, ഫൈനൽ ഫൈറ്റ് ആണ്. ഫൈനൽ 10 അല്ലേ? എവിടെ ഞാൻ ഇവിടെ ഇല്ല. പണ്ടൊക്കെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടി എഴുതുകയും ചെയ്യുന്നു. പോവുകയാണ് ചെയ്യുന്നത്. എന്നെ ലാൻഡ് സെറ്റ് ചെയ്തു. കള കയ്യും കിട്ടില്ല. തെങ്ങിയൊന്നും കാണണ്ട. അതാണ് ഏറ്റവും ഉപയോഗമില്ല. അപ്പോൾ മോശത്തൊക്കെ അപ്പം അതിൻ്റെ അടുത്ത് അവിടെ ഇനിയുണ്ടാവും. അവിടെ ബാക്കിൽ അന്വേഷിക്കാൻ അവിടെ ലാൻഡ് വെച്ചത് ചെറിയൊരു പണിയിട്ട് അടി കൊള്ളില്ല. സ്പീഡൊക്കെ ഷോക്കായിരുന്നു. എവിടെ കടി കിട്ടുന്നുണ്ടല്ലോ നല്ലോണോ? അവിടെ 2 ആളുണ്ട്. താന്നോ ചത്ത് കാലഘട്ടത്തിൽ വെച്ചപ്പോൾ ഇടക്ക് വെറുതെ നമ്മളോടെ കളി. ഇവിടെ 2 ആളുണ്ടപ്പോൾ ഒരിക്കലും എടുക്കാൻ പോലും. ഞാൻ അവിടെ ഒക്കെ എപ്പോ എന്തടിയുണ്ടോ? 2 ആൾക്കാരുണ്ട്. ഒരു പേടിച്ച് ഞാൻ 2 ഉണ്ട വിട്ടപ്പോൾ എടാ ബാക്കിൽ നിന്ന് ആരും അടിച്ചിട്ടുണ്ടല്ലോ. അതാ കാണുന്നു. ആ പാലത്തിൻ്റെ സൈഡിൽ ഒരുത്തണ്ട് കേട്ടോ. ഒരുത്ത ഈ കൂടെ ലോഞ്ചും ബോർഡ് വെച്ച് കയറി കഴിഞ്ഞാൽ ചത്ത് ഇതടിക്കി അവൻ്റെ AW വൺസാപ്പടി വെച്ച് കാണിച്ചാടോ. അതിലൊന്നുമില്ല. ആ പെണ്ണ് തരുമോ? ഞാൻ സ്പീഡ് തരുമോ? എൻ്റെ ഏമോ അല്ല ഇരിക്കും കുറച്ച് നേരം. ഏമോ ഉണ്ടോ? ഒരു സൂം കയറി ഇന്ത്യയിലാകെ കുറച്ച് ഏമോ ഉണ്ട്. മുട്ട തരുമോ? ഇതാ താഴത്ത് നോക്ക്. ഇതാ പടേ ഇവിടെ നമ്മളെ തൊട്ട് താഴത്താ. ഒരു ബുള്ളറ്റ് ഞാൻ പറയുമ്പോ എന്തൊക്കെയാണ് അപ്പുറത്ത് ലോഞ്ചുമ്പോഴൊക്കെ വെച്ച് കറണ്ട് ഹോസ്പിറ്റൽ അവൻ നടന്നില്ല. നിലത്ത് വീണി. എങ്ങനെയാടാ ഇരിക്കുന്ന അങ്ങോട്ട്? ഇതായിട്ട് എടോ താഴ്ത്തുക. ചാടിക്കൂടണ്ട. വേണ്ട എന്നിട്ട് ടോപ്പിലേക്ക് നോക്കി കുട്ടം വരുന്നത്. ടോപ്പിലേക്ക് നോക്കാം.
ഏറ്റവും ടോപ്പിലേക്ക് നോക്കണം. ഇറങ്ങണ്ടേ എൻ്റെ കില്ല് ഒന്ന് നോക്കുക അതിൻ്റെ അടുത്തേക്ക്. ഇവിടെ നല്ല ഫൈറ്റ് ഉണ്ടല്ലോ. അല്ല ഞാൻ നേരത്തെ എടുത്തോ നോക്കാം. ഫൈനൽ ഫൈറ്റ് 5 എന്നൊക്കെ കാണിക്കുന്നത്. ഈ അതിൻ്റെ കോയിൻസില്ലോ പറ്റുമോ പൊക്കാൻ? എൻ്റെ ഓടുന്ന ക്യാരക്ടറുമാണ് ഈ അറിയില്ല. ഇവിടെയൊക്കെ രക്ഷയല്ലോ. അപ്പോൾ സൂം വരുമ്പോൾ എല്ലാവരും അന്നെ നോക്കണം. എൻ്റെ കില്ല് കിട്ടിയതൊക്കെയാണ് ചോദിച്ചത്. ഇറങ്ങിക്കോ അല്ലേ? ഇറങ്ങിയാണ് നല്ലത്. അന്ന് ഇറങ്ങി വെച്ചപ്പോഴൊക്കെ ഇറങ്ങപ്പോ അപ്പോൾ ഇറങ്ങണില്ല. ഒറ്റടി അപ്പോൾ ഇറങ്ങണമില്ല. കഴിച്ച് 11 മിനിറ്റ് നിക്ക് വെയിറ്റ്. അപ്പോൾ പൊക്കണില്ല. വലിയൊരു പ്രോബ്ലം. അപ്പോൾ അടിച്ചില്ലാണ്ട് ചത്തി എന്നോട് പുറഞ്ഞ അടിച്ചല്ലേ. ഈ ഒരു മെഡടിച്ചിട്ട് അപ്പുറത്ത് കൂടെ എൻ്റെ ഓടുന്ന കേട്ട വിളിച്ചു വിട്ട് ഓടി വേണ്ട. അപ്പോ അവൻ്റെ നോക്കിയതാ. എന്താണ് എടാ പൊക്കാൻ കയ്യൂല. നോക്ക് ഇവിടെ പെട്ടില്ലേന്ന്. ചത്ത് കഴിഞ്ഞാലില്ല. എടാ ഓടുന്ന ക്യാരക്ടർ അല്ലേ. ഒന്നും അങ്ങോട്ട് ഉപയോഗിക്കും ഒന്നും അങ്ങോട്ട് ഉപയോഗിക്കും. ചത്ത് കഴിഞ്ഞാല് അട്ടടി ഫുൾമാട്ടടി ഫുൾമാട്ടടി ഇല്ല. എടാ താവൂടാ. ഗൈസ് ഞാൻ പറയുന്നവൻ കേൾക്കില്ല. ഗൈസ് തൊട്ട മുമ്പിലാണ്. ഞാൻ പറ്റേ ചെയ്താൽ മതി പോരെ. ഇവിടെയാണ് ഗൈസ് ഒരു കവറോ അല്ലെങ്കിൽ ഇരുന്നെടുത്താൽ മതി. നിൽക്കുമ്പോഴാണ് തല പൊട്ടുക. ഇരുന്ന് വെച്ചാൽ ചെയ്താൽ ചിലപ്പം പറ്റാൻ മതി. പൊക്കി വിട്ടിട്ടുണ്ട്. പൊക്കിയിട്ടുണ്ട് വിട്ട് താങ്ങി വിട്ടാൽ ഞാൻ ചത്തു പോരെ. സന്തോഷമായി. ചത്ത് ഗൈസ് എന്താണ് പറഞ്ഞ ചാവും ചാവും. ഗൈസ് ആരൊക്കെയോ പൊക്കി വിടുന്നുണ്ട്. കപ്പനൊക്കെ ഇറങ്ങുന്നുണ്ട് ഗൈസ്. ഗൈസ് ഒരു വീടുണ്ട് അതിൻ്റെ ടോപ്പ്. ആ പെട്ടീൻ്റെ അവിടെ ഉള്ളതല്ലേ ആ ബോക്സ്. അവിടെ ഒരുത്തണ്ട്. അവിടെ ഒരുത്തനും ഉണ്ട്. അങ്ങനെ തീർക്ക്. രണ്ടാളുടെ ടീമേറ്റ്സ് അല്ലേ ഒരു ഉറപ്പ്. അതാ അതാ ടീമേറ്റ്സ് അവിടെ. ടീമേറ്റ്സ് ആണ്. അപ്പോൾ ആകെ തീർന്ന അവസ്ഥ. അപ്പുറത്ത് രണ്ടാളും ഇതൊക്കെ കിട്ടും. ഗൈസ് ആകെ പെട്ട അവസ്ഥ മനുവിൻ്റെ ബൂയ ഉണ്ടാവും. വിചാരിച്ചാൽ പോയി കിട്ടും. അല്ലാതെ മഴയാണ്. അവിടെ എല്ലെടുത്ത് എറിയുണ്ടല്ലോ. ഗൈസ് എറിയാത്തൊന്നുമില്ല. എറിയാത്തൊന്നുമില്ല. ഈ ബൂയിനെ തൊട്ടായിരിക്കുന്നതാണ്. പോയി പോയി സീനൊന്നുമില്ലല്ലേ. അടുത്താളി ബൂയല്ലേ.